നിങ്ങൾക്കറിയാമെങ്കിൽ 15,000 ദിർഹം എന്ന് പറഞ്ഞാൽ എത്ര രൂപയാവും എന്നുള്ളത്, ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് എത്ര രൂപയാവും എന്നുള്ളത് അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നോളൂ. കമന്റ് ബോക്സിൽ പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയിട്ടോളൂ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. ഇത് മാളുവാണ്, ഭയങ്കര കുസൃതിയാണ്, ആള് വളരെ കുഞ്ഞാണ്, പറന്നു തുടങ്ങിയിട്ടില്ല. കൂട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ല ഒച്ചപ്പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാനടുത്ത് തോളത്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ അടങ്ങിയിരിക്കുന്നില്ല, ഭയങ്കര ബഹളമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ബേർഡ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ എഴുതിയേക്ക്. ബേർഡ്സോ അല്ലെങ്കിൽ പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്ക്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെയായിരിക്കണമെന്ന് ബിഗ് ബോസിലെ മുൻ കണ്ടസ്റ്റന്റായ അഖിൽ മാരാർ നമ്മുടെ മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടു കാണും അഖിൽ മാരാറുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന ഒരു പോസ്റ്റ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് ഇറക്കിയതോടുകൂടി നാട്ടുകാർക്ക് ഇരിക്കപ്പുറതിയില്ല. അഖിലിന് എവിടെ നിന്നാണ് ഈ കാശ് കിട്ടിയത്? അഖിലിന് ഈ വണ്ടി എടുക്കാനുള്ള കാശ് ഏത് തട്ടിപ്പ് വഴി കൂടിയാണ് ഉണ്ടാക്കിയത്? ഇങ്ങനെ പല രീതിയിലും പുള്ളിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വന്നു തുടങ്ങി. എല്ലാവരും പോലെ ഏതെങ്കിലും മോശപ്പെട്ട ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്തിട്ടാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപക്ഷെ അഖിൽ മാരാർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മുടെ നാട്ടിൽ ഒരാൾ നന്നാവുന്ന കാണുന്നത് പലർക്കും അങ്ങോട്ട് പിടിക്കത്തില്ല. ഒരു ചെറിയ ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ ആ ചൊറിച്ചിൽ ഇവിടെയും ഉണ്ടായെന്നുള്ളതാണ്. അതിന് മറുപടിയായിട്ട് ഒരാളെ കയറി ചൊറിഞ്ഞാൽ അയാൾ കയറി മാന്തി വിടണമല്ലോ. എനിക്ക് അദ്ദേഹത്തിനെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് പുറത്ത് പറയുന്ന ഒരാളാണ്. പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് അഖിൽ മാരാർ എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് അഖിൽ മാരാറെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ അഖിൽ മാരാറുടെ പോസ്റ്റാണ് ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: എന്റെ വരുമാനമാണ് പലർക്കും ആവലാതി. കൃത്യമായി GST ഉൾപ്പെടെ അടച്ചു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മുകളിൽ കൊടുത്ത പോലെ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികൾക്കും ഇൻവോയ്സ് നൽകി GSTയും ഇൻകം ടാക്സും അടച്ചാണ് ഞാൻ വരുമാനം പറ്റുന്നത്. ഇത് പറയുമ്പോൾ തന്നെ അഖിൽ മാരാർ ടാക്സ് അടച്ചതിന്റെ ഡീറ്റെയിൽസ് ഈ പോസ്റ്റിന് താഴെ കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് മേളിൽ ടാക്സ് അടച്ചതിന്റെ 2 റെസിപ്റ്റാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു റെസിപ്റ്റും കൂടെ കാണിച്ചിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടിയ പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ആ റെക്കോർഡിലുള്ളത്. ഇവിടെ സമ്മതിക്കുന്നില്ല കേട്ടോ. നമുക്ക് ഈ പോസ്റ്റിന്റെ ബാക്കിയിലേക്ക് വരാം. മിനി കൂപ്പർ എടുത്തപ്പോൾ ടാക്സ് ആയത് 11 ലക്ഷം രൂപയാണ്. ബൈക്കിന്റെ ടാക്സ് 2.63 ലക്ഷം. ഇതൊക്കെ സർക്കാർ ഖജനാവിലാണ് വന്നതെന്ന് പോലും പലർക്കും അറിയില്ല. ഞാൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ പരിപാടികളും പെയ്ഡാണ്. അഖിൽ മാരാർ ഒരുപാട് ഇന്റർവ്യൂകൾ പങ്കെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ പോലും പോയിട്ട് ഇന്റർവ്യൂകൾ കൊടുക്കാറുണ്ട്. അതെല്ലാം തന്നെ പെയ്ഡ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനൊരു വാല്യൂ ഇട്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് അഖിൽ മാരാർ എന്തായിരുന്നു, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള അഖിൽ മാരാർ എന്തായിരുന്നു, നമുക്ക് വളരെ വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ബിഗ് ബോസിൽ പോയതിനു ശേഷം അഖിൽ മാരാർക്ക് ഇട്ടേക്കുന്ന വാല്യൂ ആണ് ഇപ്പോൾ ആ മനുഷ്യനെ എത്തി നിർത്തിയിരിക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത്. ഓരോ ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഓരോ പ്രോഗ്രാമുകൾ ആയിക്കോട്ടെ, അദ്ദേഹം ഒരു വാല്യൂ പറയുന്നുണ്ട്, ഒരു വില പറയുന്നുണ്ട്. അത് ചിലപ്പോൾ സൗഹൃദത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുണ്ടാവുമായിരിക്കും. എങ്കിൽ പോലും ഒരു വില അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ പരിണത ഫലമാണ് ഈ മിനി കൂപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ എടുത്ത ബൈക്ക് ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ സലൂൺ ആയിക്കോട്ടെ. കൊച്ചിയിൽ ഒരു സലൂൺ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്ത് ഉണ്ടാക്കിയ കാശ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിന് ആർക്കും ഒരു സംശയമില്ലല്ലോ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരു വ്യക്തി ഒരു വാഹനം വാങ്ങിച്ചതിൽ ആർക്കാണ് ഇത്ര ചൊറിച്ചില്? അയാൾ കാശുണ്ടാക്കി, അയാൾ ഒരു സാധനം വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒന്നിലധികം വാഹനങ്ങൾ വാങ്ങിച്ചു. ഇതിൽ ആർക്കാണ് കുരു പൊട്ടുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. മലയാളികൾ എല്ലാവരും അല്ലെങ്കിൽ പോലും ഒരു വിഭാഗം ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് സഹിക്കുന്നില്ല. ബന്ധങ്ങളുടെ പേരിൽ മേടിക്കുന്ന തുക വ്യത്യാസം വരുമെന്ന് മാത്രം. എന്റെ എല്ലാ ഇന്റർവ്യൂസും പെയ്ഡാണ്. 1 ലക്ഷം രൂപയും GSTയും തന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങൾ എന്റെ അഭിമുഖങ്ങൾ എടുത്തിട്ടുള്ളത്. അതിന്റെ ഇൻവോയ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു തരാം. 2 ദിവസം മുൻപ് ഷെയർ മാർക്കറ്റിൽ നിന്നും ഒരു 15,000 രൂപ പ്രോഫിറ്റ് ലഭിച്ചതിന്റെ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട്. ഇതുപോലെ എത്രയോ തവണ. പിന്നെ വിദേശത്ത് നിന്ന് ലഭിക്കുന്നത് അവിടെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ GCC രാജ്യത്തും ഞാൻ പോകുന്നത് കൃത്യമായി ശമ്പളം വാങ്ങി തന്നെയാണ്. ദുബായിലെ ഒരു മീഡിയ കമ്പനിയിൽ നിന്നും 15,000 ദിർഹം ശമ്പളം അടുത്തിടെ വരെ എനിക്ക് ലഭിച്ചിരുന്നു. 15,000 ദിർഹം. ശരിക്കും അത് എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറൌണ്ട് ഒരു 3 lakhs 2.5 ആ റേഞ്ച് വരുമായിരിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ 15,000 ദിർഹം എന്ന് പറഞ്ഞാൽ എത്ര രൂപയാവും എന്നുള്ളത്, ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് എത്ര രൂപയാവും എന്നുള്ളത് അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നോളൂ. കമന്റ് ബോക്സിൽ പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയിട്ടുള്ളൂ. ഞാനൊരു സിനിമയിൽ പ്രധാന വേഷം അഭിനയിച്ചിരുന്നു. 1-ലധികം സിനിമകൾക്ക് അഡ്വാൻസ് ലഭിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് വരുമാനമുണ്ട്. അപ്പോൾ ഈ വരുമാനങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു പോയിന്റ് വരുന്നതേ ഉള്ളൂ. ഞാൻ ആ പോയിന്റിലേക്ക് പോകാം. നാളിതുവരെ വലിയ ഓഫർ ഉണ്ടായിട്ടും യുവതലമുറയെ നശിപ്പിക്കുന്ന ഗെയിമിംഗ് ആപ്പുകൾ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അഖിൽ മാരാറെ പോലൊരു വ്യക്തിക്ക് ഉറപ്പായിട്ടും ലക്ഷങ്ങൾ കൊടുത്ത് ഈ പറയുന്ന ഗെയിമിംഗ് ആപ്പുകൾ, അല്ലെങ്കിൽ ബെറ്റിംഗ് ആപ്പുകൾ, ഗാംബ്ലിംഗ് ആപ്പുകൾ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ കമ്പനികൾ ക്യൂ നിൽക്കുന്നുണ്ടാവും. പക്ഷേ നാട്ടുകാരെ പറ്റിക്കുന്ന, യുവതലമുറയുടെ ഭാവി നശിപ്പിക്കുന്ന അത്തരം ആപ്ലിക്കേഷൻസ് താൻ പ്രൊമോട്ട് ചെയ്യില്ല എന്ന് അഖിൽ മാരാർ ഉറപ്പിച്ച് പറയുന്നു. ഇവിടെയാണ് അദ്ദേഹത്തെ ഒരു ഇൻഫ്ലുവൻസർ എന്ന പേരിന് അർഹനാക്കുന്നത്. ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് ഒരു പാഠമായിരിക്കണം. ഇപ്പോൾ ഈ കാര്യങ്ങൾ, ഈ കണക്കുകൾ അയാൾക്ക് ആദ്യം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ
ചോദ്യം ചെയ്യപ്പെട്ടു. അഖിൽ മാരാർക്ക് എവിടുന്നാണ് ഈ കാശ് കിട്ടിയത്? അദ്ദേഹം ഉത്തരം തന്നു കഴിഞ്ഞു. സോ അയാൾ ഒരു ഇൻഫ്ലുവൻസർ ആണ്. അയാളെ നോക്കി കണ്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇനി മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യം എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൊടുത്തത് എനിക്കും വാങ്ങിയവർക്കും ഈശ്വരന് മാത്രം അറിഞ്ഞാൽ മതി. അതെടുത്ത് വിളമ്പി റീച്ച് കൂട്ടി നന്മമരം കളിച്ചാൽ കേരളത്തിലെ നന്മമരം ഫ്രോഡുകളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? കറക്റ്റ് ചോദ്യമാണ്. കാരണം കുറെ അധികം ആൾക്കാരുണ്ട്, ഒരു വീഡിയോ ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ വരും, പേഷ്യന്റിന്റെ അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. അതിൽ നിന്ന് പകുതി ഇവർ തന്നെ ഇവരുടെ ആൾക്കാർക്കെന്നും പറഞ്ഞ് ഇവർ മറ്റു രോഗികൾക്കെന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ആ കാശ് എങ്ങോട്ട് പോകണമെന്ന് ആർക്കും അറിയില്ല. ചാരിറ്റിക്ക് വേണ്ടി ഇറങ്ങി പല വ്യക്തികളും ഇന്ന് ഇന്നോവയിലാണ് നടക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വഴി ഈ പറയുന്ന രോഗികളുടെ മുഖവും അവരുടെ ആരോഗ്യാവസ്ഥയൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യും. അതിൽ നിന്ന് വരുന്ന കാശ് കൊണ്ട് ഈ രോഗിയെ ചികിത്സിക്കും. എന്നിട്ട് അത്തരം വ്യക്തികൾ ഇന്ന് നടക്കുന്നത് ഇന്നോവ പോലുള്ള വാഹനങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, എനിക്കൊന്ന് മലപ്പുറത്താണെന്ന് തോന്നുന്നു, ഒരു ആള് ഇതുപോലെ ഒരു കുട്ടിക്ക് വേണ്ടി ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ട് 3 കോടി രൂപ കളക്ട് ചെയ്തു. എന്നിട്ട് ആ വീട്ടുകാർ തന്നെ ചിന്തിക്കുക, പട്ടിണി പാവങ്ങളായിട്ടുള്ള ഒരുപാട് പ്രവാസികൾ അവരുടെ വയറ് മുറുക്കി കെട്ടിക്കൊണ്ട് അധ്വാനിക്കുന്ന കാശ് സാധാരണക്കാരാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്തരം പാവങ്ങൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ പാവങ്ങൾ എന്താ ചെയ്യുന്നത്? അതിൽ നിന്ന് കാശെടുത്ത് ഈ ചാരിറ്റി ചെയ്ത വ്യക്തിക്ക്, ചാരിറ്റി ചെയ്തെന്നല്ല, ചാരിറ്റി ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്ത ആൾക്ക് കാർ മേടിച്ചു കൊടുത്തേക്കുന്നു. 11 ലക്ഷം രൂപയുടെ വാഹനം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3 കോടി രൂപ ശരിക്കും പറഞ്ഞാൽ എരന്നു മേടിക്കുന്ന കാശ്, എരന്നു മേടിച്ച കാശ്, അതിൽ നിന്ന് ഇയാൾ കാർ മേടിച്ചു കൊടുത്തേക്കാണ്. ഇത് വാങ്ങിച്ചു കൊടുത്ത ആ ഒരു നിമിഷം എന്തുകൊണ്ട് അവർ ചിന്തിച്ചില്ല ഇത് ഒരുപാട് പാവങ്ങളുടെ കാശ് തന്നെയാണെന്നുള്ളത്? എത്രയോ പാവങ്ങളുടെ കാശാണ് ഇയാൾക്ക് വേണ്ടി അവർ ചിലവാക്കിയത്. അപ്പോൾ അങ്ങനെ നന്മമരം കളിക്കാൻ അഖിൽ മാരാറ കിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നന്മമരം കളിച്ചിട്ട് എന്ത് പ്രയോജനം? ഇവിടെ ബെറ്റിംഗ് ആപ്പും ഗാംബ്ലിംഗ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് ഓരോ പാവങ്ങളെ കാണുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് 1500 എണ്ണി കൊടുത്തിട്ട് അത് വീഡിയോ എടുത്ത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. വാങ്ങുന്നത് 5 ലക്ഷം 10 ലക്ഷം ആയിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് 1500 രൂപ അതെ എന്റെ സന്തോഷത്തിന് ഇരിക്കട്ടെ, ഇത് തരുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടും. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുള്ള നാട്ടിലാണ് അഖിൽ മാരാറെ പോലുള്ള വ്യക്തികൾ ഒരു മാതൃകയായിട്ട് മാറുന്നത്. ശരിക്കും എനിക്ക് റെസ്പെക്ട് തോന്നുന്നു ആ മനുഷ്യനോട്. വയനാട്ടിലെ വീടിന്റെ കാര്യം ചിലർ പറയുന്നത് കേട്ടു. നിങ്ങൾ ആദ്യം പിണറായി വിജയനോട് ചോദിക്കുക, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച 750 കോടി എന്ത് ചെയ്തു എന്ന്. ആണായി പിറന്നവൻ. ഈ വയനാട് ഇഷ്യൂ വന്ന സമയത്ത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കളക്ട് ചെയ്ത എമൗണ്ടിന്റെ കണക്ക് ചോദിച്ച ഒരേ ഒരു വ്യക്തി അത് അഖിൽ മാരാറായിരുന്നു. അതേ കാര്യം ഇവിടെയും ചോദിക്കുന്നു. 750 കോടി എന്ത് ചെയ്തു? 400 കുടുംബങ്ങൾക്ക് ഈ തുകയിൽ നിന്നും 50 ലക്ഷം വെച്ച് കൊടുത്താലും ബാക്കി 550 കോടി സർക്കാരിന് കിട്ടും. അതിനു പുറമെ 1500 വീടുകളുടെ ഓഫർ സർക്കാരിന് വന്നിട്ടുണ്ട്. അഖിൽ മാരാർ മാത്രമല്ല, സർക്കാരിനെ എതിർക്കുന്ന ആരുടെയും ഓഫർ അവർക്ക് വേണ്ട. വലിഞ്ഞു കയറി ചെന്ന് വീട് വെച്ച് കൊടുക്കാൻ ആർക്കും കഴിയില്ല. സർക്കാർ അനുമതി നൽകണം. അവർ നമ്മുടെ ഓഫർ സ്വീകരിക്കാൻ തയ്യാറാവുകയും വേണം. ഇദ്ദേഹം ഇത് പറഞ്ഞാണ് ഈ എഴുത്ത് അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെയായിരിക്കണം എന്ന് അഖിൽ മാരാർ വളരെ വ്യക്തമായിട്ട് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് ഈ യൂട്യൂബിൽ നിന്നും അതുപോലെ ഫേസ്ബുക്കിൽ നിന്നൊക്കെ കാശ് വരുന്നത്. ഇതെല്ലാം ടാക്സ് കൊടുത്തിട്ട് വരുന്ന കാശുകളാണ്. പിന്നെ ബിഗ് ബോസിൽ ജയിച്ചതിന്റെ ആ ഒരു എമൗണ്ട്. ഇനി ഇതൊന്നും അയാൾക്ക് ആരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അയാൾ കാർ എടുത്താലും അയാൾ ബൈക്ക് എടുത്താലും അയാൾ ഫ്ലാറ്റ് വാങ്ങിയാലും അയാൾ സലൂൺ തുടങ്ങിയാലും ഇതെല്ലാം അയാളുടെ കാശ് കൊണ്ടാണ് തുടങ്ങുന്നത്. ഇത് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അയാൾക്കറിയാം അയാൾ ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഇന്ന് ഈ ചോദ്യത്തെ ഞാൻ ഫേസ് ചെയ്തില്ലെങ്കിൽ, ഇന്ന് ഈ ചോദ്യത്തിന് ഞാൻ മറുപടി കൊടുത്തില്ലെങ്കിൽ നാളെ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് സമൂഹത്തിൽ നിൽക്കും. ഒരുപാട് പേരുടെ ഉള്ളിൽ ചോദ്യചിഹ്നമാകും. എന്നാൽ എന്തുകൊണ്ടായിരിക്കും അഖിൽ മാരാർ അതിന് മറുപടി പറയാത്തത് എന്നൊരു ചോദ്യചിഹ്നം ഉണ്ടാവും. ആ ചോദ്യചിഹ്നത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അഖിൽ മാരാർ മറുപടിയുമായിട്ട് വന്നത്. എനിവേ, എനിക്ക് ആ മനുഷ്യനോട് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. വീണ്ടും ഞാൻ പറയുന്നു, ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെ ആവണം എന്ന് കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. ഇവിടെ കുറേയധികം ആൾക്കാരുണ്ട് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ഇല്ലീഗൽ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന. ഞാനിത് കളിച്ചിട്ടാണ് കാശുണ്ടാക്കുന്നത്. ഇപ്പൊ ട്രെൻഡിംഗ് ആയിരിക്കുന്ന ഫ്രണ്ട് ആപ്പ് ആണല്ലോ. ഈ ഫ്രണ്ട് ആപ്പിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. അതിനകത്ത് ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ കണക്കുകൾ ഇവരാരെ ബോധിപ്പിക്കും? ഇവരാരെങ്കിലും ഒരാള് ഈ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാറുണ്ടോ? ഇവരാരെങ്കിലും ഒരാൾ ഇവിടുന്ന് എത്ര രൂപ വാങ്ങിച്ചു എന്ന് കാണിച്ചു തരുമോ? ഈ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്തിട്ട് എത്ര സുഹൃത്തുക്കൾ ഇവർ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരുമോ? ഇതൊന്നുമില്ല. എല്ലാം കാശ് മേടിച്ചുള്ള പ്രൊമോഷൻ മാത്രമാണ്. എന്നാൽ അവിടെയാണ് അഖിൽ മാരാർ വ്യത്യസ്തനാകുന്നത്. ഇത്തരം ഇല്ലീഗൽ ആപ്പുകളുടെ പിന്നാലെ പോകാതെ അധ്വാനിച്ച് തൻ്റെ പേരിനെ ബ്രാൻഡാക്കി മാറ്റി അതിനെ മാർക്കറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി അയാളുടെ കുടുംബം നോക്കി അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അയാൾ മുന്നോട്ട് പോകുന്നു. ഇതിൽ ആർക്കാണ് കുരു പൊട്ടുന്നത്? കുരു പൊട്ടുന്നവർ മാറി എന്ന് കരയുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അയാൾ ഇനിയും മുന്നോട്ട് പോകും, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കരയുന്നവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. സോ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യുക. അഖിൽ മാരാറെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അപ്പോൾ കമന്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യും. സോ നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മിനിമം 1-2 മിനിറ്റ് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ലൈക്ക് ചെയ്യാൻ പറയുമ്പോൾ ചില ആൾക്കാർ വീഡിയോ കാണുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യും. അത് യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ട് ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അതും നമ്മുടെ ചാനൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സഹായിക്കും. സോ നിങ്ങളുടെ സഹായവും സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.